ഈ അമ്മയുടെ മകനായി ജനിച്ചതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മോഹൻലാൽ ആദ്യമായിട്ട് പറഞ്ഞ ഒരു വാക്കാണത്. വളരെ അധികം സ്നേഹത്തോടെയാണ് അദ്ദേഹം അമ്മയോട് പെരുമാറിയിരുന്നത്, അമ്മയെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രായത്തിനപ്പുറത്തേക്കുള്ള എല്ലാ സ്ത്രീകളെയും സ്വന്തം അമ്മയെപ്പോലെ കണ്ട് വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോയിരുന്ന ലാലിൻ്റെ അമ്മ ഓർമ്മയാകുന്നു. മലയാളത്തിൽ ഇത്രയും വലിയ പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ നടന് ജന്മം നൽകിയിട്ടുള്ള ആ ഒരു അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. 90 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി മരണപ്പെടുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം. സ്ട്രോക്ക് വന്ന് ചികിത്സയിലായിരുന്ന അമ്മ 14 വർഷത്തോളമായിട്ട് എറണാകുളത്ത് തന്നെയായിരുന്നു താമസം. ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ആ അമ്മയുടെ മൃതദേഹം എത്തിക്കുകയാണ്. ഇവിടെ ശവസംസ്കാരം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശവസംസ്കാരം നടത്താൻ പോകുന്ന സ്ഥലത്താണ്. അതായത് ലാലിൻ്റെ അച്ഛനെയും സഹോദരനെയും ഒക്കെ അടക്കിയിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെ അമ്മയെയും അടക്കാനുള്ള നടപടികളിലേക്കൊക്കെയാണ് കടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ വിവരമറിഞ്ഞ് ഓരോരുത്തരും ലാലിൻ്റെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നുണ്ടായിരുന്നു. നടൻ മമ്മൂട്ടി അടക്കം എറണാകുളത്തെ വീട്ടിലെത്തി അവസാനമായിട്ട് ലാലിൻ്റെ ആ ഒരു സങ്കട നിമിഷത്തിൽ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി സുഹൃത്തായിട്ടുള്ള മമ്മൂട്ടി അടക്കം എത്തിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ലാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത്. സാധാരണഗതിയിൽ ഒരു അമ്മ എന്ന് പറയുന്നത് ആർക്കും ഏറ്റവും അടുപ്പമുള്ള ഒരാൾ തന്നെയാണ്. എങ്കിൽ പോലും ലാലിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു ആത്മബന്ധം ആ ഒരു അമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എത്രമാത്രം തിരക്കുകളുണ്ടെങ്കിലും ഓടിയെത്തി അമ്മയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിരുന്നു. പലപ്പോഴും പല സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയ്ക്കൊപ്പം എന്നുള്ള ഒരു തീരുമാനം ലാലിന് എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ തവണയും അമ്മയുടെ പിറന്നാൾ സമയത്ത് അമ്മയോടൊപ്പം ചിലവിടുന്ന സന്തോഷ നിമിഷങ്ങൾ ലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതൊക്കെ വളരെയധികം ആത്മാഭിമാനത്തോടെയാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തത്. അമ്മ എന്ന് പറയുമ്പോൾ തനിക്കത് എത്രമാത്രം നന്ദി പറഞ്ഞാലും അത് മതിയാകില്ല എന്നുള്ളത് പലപ്പോഴും ലാൽ പുറത്ത് മാധ്യമങ്ങളോടടക്കം പറഞ്ഞത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഈ അടുത്ത കാലത്താണ് ലാലിൻ്റെ കുടുംബ സമേതമുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ആ ഒരു ഫോട്ടോ ആണ് ഒരു പക്ഷേ ലാൽ എത്രമാത്രം ഒരു ഹോംലി മനുഷ്യനാണ് എന്ന് കൂടെ ജനങ്ങൾക്കിടയിലേക്ക് വ്യക്തമാക്കിയിരുന്നത്. കാരണം അത്രമാത്രം ആത്മബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ലാൽ എന്നതും അതിലേറ്റവും പ്രധാനിയായിരുന്നത് തൻ്റെ അമ്മയായിരുന്നു എന്നുള്ളതുമൊക്കെ ലാൽ തൻ്റെ ചിത്രങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഈ മലയാളിയുടെ ഏറ്റവും വലിയ ആത്മാഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അമ്മയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. 90 വയസ്സ് ആയിരുന്നു അമ്മ മരണപ്പെടുമ്പോഴുണ്ടായിരുന്നത്. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഏകദേശം 14 വർഷത്തോളമായിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമ്മ എറണാകുളത്ത് താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു വീടെടുത്ത് അവിടേക്ക് താമസം മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മോഹൻലാലിൻ്റെ വീട്ടിലാണ്. ഇവിടെയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ പോകുന്നത്. അച്ഛനും സഹോദരനുമൊപ്പം അമ്മയെയും ശവസംസ്കാരം നടത്താനുള്ള തീരുമാനങ്ങളൊക്കെയാണ് ഉള്ളത്. ലാലിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഓരോരുത്തരും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ്. എന്തായാലും വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഇത്. കാരണം മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് മലയാളി പ്രേക്ഷകരുടെ അമ്മ കൂടെയായിട്ട് മാറിയിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. കാരണം അമ്മയുടെ ഓരോ ഇൻ്റർവ്യൂവിലും തൻ്റെ മകനോടുള്ള ഏറ്റവും വലിയൊരു അടുപ്പം ആ അമ്മ വ്യക്തമാക്കിയിരുന്നു. വളരെയധികം സ്നേഹത്തോടെ ഒരു കുസൃതി കുട്ടിയായിട്ടുള്ള മകനെ വളർത്തിയ കഥകളടക്കം അവർ പല ഇൻ്റർവ്യൂകളിലൂടെയും പറയുമ്പോൾ ഒരു മഹാനടൻ എന്നതുപരി അതൊരു കുസൃതി കുട്ടിയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു സാഹചര്യം അടക്കം ഒരുങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ ഇവിടെ തിരുവനന്തപുരത്ത് ഈ വീട്ടിൽ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കുറേ കാലമായിട്ട് ഈ അമ്മ ചികിത്സയിലായിരുന്നത് എന്നുള്ളതാണ് വിവരങ്ങൾ. ഇത് ചികിത്സയുടെ ഭാഗമായിട്ടാണ് എളമക്കരയിലെ മോഹൻലാലിൻ്റെ വീട്ടിൽ അമ്മ താമസം മാറ്റുന്നത്. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സിനിമകളെയും പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മോഹൻലാലിൻ്റെ അമ്മ മാറാറുണ്ട് എന്നുള്ളതാണ് നമുക്കെപ്പോഴും ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്ന കാര്യം.
ചുരുക്കം വാക്കുകളിലൂടെ തൻ്റെ അമ്മയോടുള്ള ആത്മബന്ധം പലപ്പോഴും ലാല് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ലാല് അത് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് ചികിത്സയിലിരിക്കുന്ന അമ്മയോട് സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് മനസ്സിലാകുമോ എന്നത് അറിയില്ല എന്നും, അമ്മ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇപ്പോൾ കുറച്ച് പിറകോട്ടാണ് എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വേദനയോടെ മോഹൻലാൽ പങ്കുവച്ചിരുന്നു. എങ്കിൽ പോലും താൻ അമ്മയോടെല്ലാം വാഗൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങൾ കണ്ണിലൂടെ കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണിലൂടെ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് എന്നുള്ളതൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ വളരെയധികം വേദനയോടെയാണ് പ്രേക്ഷകർ അതിനെ ഏറ്റെടുത്തത്. ഇപ്പോൾ അതേ സാഹചര്യത്തിലാണ് ആ ഒരു അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ വീട്ടിലെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. മലയാളി വാർത്ത. അത് മറന്നു കേട്ടോ എല്ലാവരും. മറ്റേ നമ്മുടെ